തുടക്കക്കാരൻ ഇതിലേക്ക് ഇറങ്ങുമ്പം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ എവിടെ നിന്ന് തുടങ്ങണം എന്നുള്ള കാര്യം. ചേട്ടാ ഇതിന് എത്ര വിലയുണ്ടെന്ന് വെച്ചു. അതിൻ്റെ വില പറഞ്ഞു. ചേട്ടന് വേറെ പണിയില്ലേ, ഒരു ഇൻഷുറൻസും കിട്ടില്ല, ഇതിന് റിപ്പയറിങ് കിട്ടില്ല. ഇത് ആകെ കൂടിയിട്ട് കേരളത്തിൽ 4-5 ഉള്ളൂ. ഇതിന് കേരളത്തിൽ ആര് സ്പെയർ മേടിച്ചിരിക്കും? അപ്പോൾ നമ്മൾ ഇത് എന്തെങ്കിലും പോരാത്തതിന് എവിടെ ചെന്നാലും പോലീസ് പിടിക്കും, ഫോറസ്റ്റ് പിടിക്കും, എന്നും പോലീസ് സ്റ്റേഷൻ. നമ്മൾ എവിടെ നമുക്ക് പബ്ലിക്കായിട്ട് ഫ്ലൈ ചെയ്യാൻ പറ്റില്ല, അപ്പോഴേക്കും പോലീസ് വന്നു. എന്താ കാര്യത്തിൽ ഇത്ര ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഇതൊരു പ്രോഫിറ്റബിൾ ബിസിനസ് ആയിട്ട് കണക്കാക്കാൻ പറ്റില്ല. നേരെ മറിച്ച് നമുക്ക് ഒരു ടാലൻറ്റ് അല്ലെങ്കിൽ സ്കില്ല്, ത്രില്ല് ഒക്കെ ആയിട്ട് കൊണ്ടുവരണം. അല്ലാതെ ഇതിൽ നിന്നൊരു വരുമാനം എന്നുള്ള രീതിയിൽ കൊണ്ടുനടക്കണമെങ്കിൽ തമിഴിൽ രാക്ഷസൻ എന്ന് പറഞ്ഞ പടത്തിൻ്റെ ക്യാമറമാനാണ് ഇദ്ദേഹം, സുമതി വളവിൻ്റെ ക്യാമറമാൻ. മാർക്കോലൊക്കെ ഞാൻ ഫ്ലൈ ചെയ്യുന്ന സമയത്ത് ക്യാമറാമാനാണ് അവർക്ക് ഇഷ്ടത്തിനുള്ള ഫ്രെയിമുകൾ ട്രൈപോഡിൽ വെച്ച് തിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്ത ഒരു സിനിമ, തമിഴ് സിനിമ, 26 ദിവസത്തോളം കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്തതാണ് തമ്പി എന്ന് പറഞ്ഞ കാർത്തികിൻ്റെ പടം. ആർ ഡി രാജശേഖർ സാറായിരുന്നു ക്യാമറ. ജി എൻ കൃഷ്ണകുമാർ സാറിൻ്റെ പടം പെർ ഡേ ഷൂട്ട് നടന്നെങ്കിൽ 50 ലക്ഷം, നടന്നില്ലെങ്കിൽ 18 ലക്ഷം. ഇത്ര ക്രൂ ആണ്. ഇപ്പോൾ നമ്മുടെ ആട്3 ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് നിർത്തി വെച്ചിരിക്കുന്നത്. ഇപ്പം മറ്റന്നാൾ മുതൽ 15-ാം തീയതി മുതൽ വീണ്ടും ആരംഭിക്കണം. ആ പടത്തിൽ ഇതുപോലെ തന്നെ 200-250 ആൾക്കാരാണ് മലമ്പുഴയിലുള്ള സകല ഹോട്ടലുകളും താമസിക്കുന്നത്. ഇപ്പോൾ 18-20 വയസ്സ് പ്രായമുള്ള ഒരാൾ, അങ്ങനെ ഒരു വ്യക്തിക്ക് ഡ്രോൺ ഓപ്പറേഷനെ പറ്റി പഠിക്കണം എന്ന് താല്പര്യമുണ്ട്, അല്ലെങ്കിൽ ഈ ഫീൽഡിലേക്ക് ഇറങ്ങണം താല്പര്യമുണ്ട്. അവർ എവിടുന്ന് തുടങ്ങണം? അല്ലെങ്കിൽ വാട്ട് ഷുഡ് ബിഗിൻ വിത്ത്? അതാ പ്രശ്നം. എന്താ വെച്ചാൽ ഞാൻ ഈ ഫീൽഡിലേക്ക് വരുന്നത് 2014 കാലഘട്ടത്തിലാണ്. ആ സമയത്ത് ഇവിടെ ലൈസൻസിൻ്റെ ഒരു ഇഷ്യൂ ഉണ്ടായില്ല. ഡ്രോണിന് ലൈസൻസ് വേണമെന്നോ പറത്തുന്ന ഒരാൾക്ക് ലൈസൻസ് വേണമെന്നോ ഉണ്ടായില്ല. നിയമപരമായ ഒരു പ്രശ്നങ്ങളും ഉണ്ടായില്ല. ഡ്രോണുള്ള ആൾക്ക് ഫ്ലൈ ചെയ്യാം. അപ്പം അന്ന് ഡ്രോൺ ഓപ്പറേറ്റേഴ്സ് പെട്ടെന്ന് അങ്ങോട്ട് കൂടി വന്നു. 2014-15 കാലഘട്ടത്തിൽ മലയാള സിനിമയിൽ 20-ലധികം ഡ്രോൺ ഓപ്പറേറ്റേഴ്സ് ഉണ്ടായി. ഇത് കഴിഞ്ഞ് അന്ന് നല്ല റേറ്റും ഉണ്ടായി. പെർ ഡേ 35,000 രൂപയോളം അന്ന് ഇൻസ്പയറിന് ചാർജ് ഉണ്ടായിരുന്നു. പൃഥ്വിരാജ് സുകുമാരൻ ഒരു ഇന്റർവ്യൂവിൽ പറയുകയുണ്ടായി, അതായത് ഇൻഡസ്ട്രിക്കകത്ത് 1 ലക്ഷം വരെ ഡ്രോൺ ഓപ്പറേറ്റേഴ്സിന് ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടെന്ന്. അതിനോട് യോജിക്കുന്നുണ്ടോ? 1 ലക്ഷം വരെ ഒരു മാസമാണോ? സിനിമകൾ അനുസരിച്ച് അത് നമ്മൾ പെർ ഡേ ചാർജാണ്. അതായത് നമ്മളിപ്പോൾ സാധാരണ ഒരു സിനിമ എന്ന് പറഞ്ഞാൽ ഒരു 15-20 ദിവസം 30 ദിവസമൊക്കെയാണ് ഉണ്ടാവുക. ചില സിനിമകൾ 1-2 ദിവസം മാത്രമായിട്ട് മാറും. അപ്പം മാലിക് എന്ന് പറഞ്ഞ പടം നമ്മൾ വർക്ക് ചെയ്ത് അത് ഏകദേശം ഒരു 16 ദിവസം ഉണ്ടായിരുന്നു. നമ്മൾ 2018 എന്നുള്ള പടം അതൊരു 26 ദിവസത്തോളാണ് നമ്മളതിൽ വർക്ക് ചെയ്തത്. പക്ഷേ കണ്ണൂർ സ്ക്വാഡ് എന്നുള്ള പടം അതിലൊരു 12-13 ദിവസത്തോളം ഉണ്ടായി. ചില പടങ്ങളിൽ 1-2 ദിവസം ഉണ്ടാവുള്ളൂ. ഇപ്പോൾ ഈ വരത്തെന്നുള്ള പടം വെറും 3 ദിവസം വർക്ക് ചെയ്തിട്ടുള്ളൂ. ആ പടം 100 ചില്ലാനം ദിവസം ഉണ്ടായി. ഡ്രോണിന്റെ വർക്ക് വെറും 3 ദിവസം ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ പടത്തിന്റെ സിനിമയുടെ സ്വഭാവം അനുസരിച്ച് നമ്പർ ഓഫ് ഡേയ്സ് കൂടാൻ കുറയാൻ നമ്മൾ ചാർജ് ചെയ്യുന്നത് പാക്കേജ് അല്ല, പെർ ഡേ ചാർജ്. അപ്പം ഈ ഫസ്റ്റ് ഇവിടെ വലിയ ഡ്രോൺ വന്ന സമയത്ത് ഒരു നിർബന്ധങ്ങളും ഇല്ലാത്ത ലെവലിൽ അന്നത്തെ ഡ്രോൺ ഫുൾ സെറ്റപ്പിന്റെ വില വെച്ച് നോക്കുമ്പോൾ ഏകദേശം ഒരു 3.5 ലക്ഷത്തോളം രൂപയാണ് ഇൻസ്പയറിന് ഉണ്ടായിരുന്ന വില. 35,000 രൂപ റേറ്റ് ഉണ്ടായിരുന്നു 2014. അന്ന് 1 ഗ്രാം സ്വർണത്തിന്റെ വില കണക്കൂട്ടുക. ഇന്ന് ഈ എക്യുപ്മെന്റിന്റെ ബേസിക് കിറ്റിന്റെ വില 16,499 USD ആണ് ഇൻസ്പയർ 3യുടെ ഡ്രോണിന്റെ വില. പ്ലസ് ടാക്സ്, ആക്സസറീസ് എല്ലാം കൂട്ടി വരുമ്പോൾ ഏകദേശം 25 ലക്ഷത്തിനേക്കാളും മുകളിലാണ് ഇതിന്റെ വില. എന്നിട്ട് ഈ ചാർജ് കീഴ്പ്പെട്ട പോകുന്നത്. പോരാത്തതിന് എവിടെ ചെന്നാലും പോലീസ് പിടിക്കും, ഫോറസ്റ്റ് പിടിക്കും, എന്നും പോലീസ് സ്റ്റേഷൻ. നമ്മൾ എവിടെ നമുക്ക് പബ്ലിക്കായിട്ട് ഫ്ലൈ ചെയ്യാൻ പറ്റില്ല, അപ്പോഴേക്കും പോലീസ് വന്നു. ഞങ്ങൾ അതിൻ്റെ പെർമിഷൻ ലെറ്റർ ചോദിച്ചു. പിന്നെ നമുക്ക് ലൈസൻസ് വേണം. ഇങ്ങനെയൊക്കെ വന്നപ്പോൾ ഇപ്പോൾ ഓപ്പറേറ്റർമാർ കുറഞ്ഞു വന്നു. ഇൻസ്പയർ 3 എന്നുള്ള കാറ്റഗറിയിൽ ഈ കൈപ്പത്തിൽ ഒതുങ്ങാവുന്ന ആൾക്കാർ പോലും ഇല്ല. ഇൻസ്പയർ 2 എന്നുള്ളതും 3യും കൂട്ടിയാൽ 10 പേര് ഇല്ല. എന്താ കാര്യത്തിൽ ഇത്ര ഇൻവെസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ റിട്ടേൺ ഇതൊരു പ്രോഫിറ്റബിൾ ബിസിനസ് ആയിട്ട് കണക്കാക്കാൻ പറ്റില്ല. നേരെ മറിച്ച് നമുക്ക് ഒരു ടാലൻറ്റ് അല്ലെങ്കിൽ സ്കില്ല്, ത്രില്ല് ഒക്കെ ആയിട്ട് കൊണ്ടുവരണം. അല്ലാതെ ഇതിൽ നിന്നൊരു വരുമാനം എന്നുള്ള രീതിയിൽ കൊണ്ടുനടക്കണമെങ്കിൽ
ഇപ്പോഴത്തെ കണ്ടീഷനിൽ ഡ്രോണും നമുക്ക് ചോദ്യത്തിലേക്ക് തിരിച്ചു വരാൻ, അതായത് ഇപ്പോൾ ഒരു തുടക്കക്കാരൻ ഇതിലേക്ക് ഇറങ്ങുമ്പം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അല്ലെങ്കിൽ എവിടെ നിന്ന് തുടങ്ങണം എന്നുള്ള കാര്യം. തുടക്കക്കാരൻ എന്ന് പറഞ്ഞാൽ ആദ്യം തന്നെ ചെയ്യേണ്ട പരിപാടി ചെറിയ വില കുറഞ്ഞ ഡ്രോൺ മേടിച്ച് ഫ്ലൈ ചെയ്ത് പഠിക്കുക. ഞാനൊക്കെ ചെയ്തതും ഒരുവിധം എല്ലാ ഓപ്പറേറ്റർമാരും ചെയ്തതും ഫ്ലൈ ചെയ്ത് പഠിക്കലാണ്. ടെക്നിക്കൽ സൈഡുകളൊക്കെ അറിയാനായിട്ട്, ടെക്നിക്കൽ സൈഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിന്റെ ട്യൂട്ടോറിയൽസ് അതിൽ തന്നെ കിട്ടും. നമ്മൾക്ക് അതുപോലെ ഈ നമ്മളുടെ ലാപ്ടോപ്പ് ഉണ്ടെങ്കിൽ അതിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഡ്രോണിൻ്റെതായ ഇത് വെച്ചിട്ട് നമുക്ക് റിമോട്ട് എല്ലാം നമുക്ക് സ്റ്റഡി ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, സിമുലേറ്ററുകളുണ്ട്. ആ രീതിയിലൊക്കെ ചെയ്ത് നമുക്ക് പഠിക്കാം. പഠിച്ചിട്ട് നമ്മൾ സ്വയം പറത്തി നോക്കിയിട്ട് കൊണ്ടിടിച്ച് കയ്യുമ്പോൾ സ്റ്റിച്ചൊക്കെ മേടിച്ച് പലർക്കും പരിക്ക് പറ്റാത്ത ആൾക്കാർ ഡ്രോണിന് ഓപ്പറേറ്റേഴ്സ് 5 വർഷം ഫീൽഡിൽ നിന്ന ഡ്രോൺ ക്രാഷ് ആവാത്ത ആളോ ഡ്രോൺ കൊണ്ട് ശരീരത്തിലൊക്കെ അടിച്ച് പരിക്ക് പറ്റാത്ത ആളോ എൻ്റെ അറിവിലില്ല. എല്ലാവരും ഇങ്ങനെ ഒരു ഡ്രോൺ വാങ്ങിച്ച് അതിനുശേഷം പഠിച്ച്, അപ്പൊ ഇത്തരം ഒരാൾക്ക് ഇൻഡസ്ട്രിക്കകത്ത് സ്കോപ്പ് കാണും. ഇൻഡസ്ട്രിക്കകത്ത് സ്കോപ്പ് എന്ന് പറഞ്ഞാൽ കണക്ഷന്റെ പുറത്താണ്. നമ്മളിപ്പോ ഒരാളെ ആക്ടിങ് പഠിച്ചു, ഏറ്റവും സൂപ്പർ ആക്ടറായി പഠിച്ചു, അദ്ദേഹം ഒരു പണിയില്ലാതിരിക്കുകയല്ലോ. അതായത് സിനിമയിൽ കണക്ഷനിൽ മാത്രമേ വർക്ക് വരുള്ളൂ, എക്യുപ്മെന്റ് വാങ്ങിച്ചിട്ട് ഒരു കാര്യമില്ല. അതായത് സിനിമയിലത്തെ അതായത് ഒരു വീഡിയോഗ്രാഫറായി ഒരു സിനിമറ്റോഗ്രാഫർക്ക് ക്യാമറ ഇല്ല, പക്ഷെ സിനിമറ്റോഗ്രാഫർക്ക് അദ്ദേഹത്തിന്റെ ഫ്രെയിം കണ്ടാണ് വിളിക്കുന്നത്. ആ സിനിമറ്റോഗ്രാഫറുടെ കെയർ ഓഫിൽ അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട ആൾക്കാരെയാണ് അദ്ദേഹം ഡ്രോൺ ഓപ്പറേറ്റർ ആയിട്ടും ജിബ് ഓപ്പറേറ്റർ ആയിട്ടും സെലക്ട് ചെയ്യുന്നത്. ജിംബൽ ഓപ്പറേറ്റർ ആയിട്ടും ഒക്കെ സെലക്ട് ചെയ്യുന്നത് DOP ആണ്. അവർക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാരെ അല്ലാതെ എല്ലാവരും പഠിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് എക്സ്പീരിയൻസ് ഉണ്ടായതുകൊണ്ട് ഒരു സ്കോപ്പും കിട്ടില്ല. കണക്ഷൻ ഉണ്ടാക്കിയെടുത്ത് നമ്മൾ പ്രൂവ് ചെയ്യണം. അതല്ലാതെ നമുക്ക് ഇത് ഒന്നാമത്തെ ഇൻവെസ്റ്റ്മെന്റ് കൂടി. പലരും ചോദിക്കും ഇതിന്റെ ഇൻവെസ്റ്റ്മെന്റ് നോക്കുമ്പോൾ ഞാനൊരു വീഡിയോ നിങ്ങൾക്ക് അയച്ചു തന്നാൽ ടോട്ടൽ കോസ്റ്റ് ഉണ്ട് ഒരു 30 ലക്ഷം ഫുൾ സെറ്റപ്പ്, മിമിക്, ബാറ്ററികൾ, ആക്സസറീസ്, 30 ലക്ഷം രൂപ ഒരു ഇൻസ്പയർ 3യുടെ സെറ്റപ്പ് വരും. പ്ലസ് നമുക്ക് സ്പെയർ കിട്ടാത്തതിന്റെ പേരിൽ ഒരു അഡീഷണൽ ഡ്രോൺ ഞാൻ മേടിച്ചു വെച്ചിട്ടുണ്ട്, അതിനൊരു 15 ലക്ഷം വേറെ. അപ്പൊ 45 ലക്ഷമായി. 45 ലക്ഷം രൂപ മുടക്കിയിട്ട് എന്നോട് കഴിഞ്ഞ ദിവസം ഒരാള് പറഞ്ഞത് നമ്മുടെ സിനിമയിൽ ഒരു ഡ്രൈവറാണ് അദ്ദേഹം. എന്നോട് കഴിഞ്ഞ ദിവസം ഒരു പടത്തിൽ രാത്രി ചെളിയിൽ നമ്മുടെ അട്ടയും ഒക്കെ ഉള്ള ചെളിയിൽ നിന്ന് 2:45 നേരത്ത് ഞാൻ ഷൂട്ട് ചെയ്ത് ചെളിയൊക്കെ ഒലിപ്പിച്ചു ഈ ഡ്രോണൊക്കെ കൊണ്ടുവരുമ്പോൾ ആള് ചോദിച്ചു, ചേട്ടാ ഇതിന് എത്ര വിലയുണ്ടെന്ന്. അപ്പൊ അതിന്റെ വില പറഞ്ഞു, ചേട്ടന് വേറെ പണിയില്ല, ഞാൻ ഡ്രൈവറാ, ഞാൻ മറ്റേ ഷെയർ മാർക്കറ്റിൽ ഈ വണ്ടിയിലിരുന്ന് ചെയ്തിട്ട് ഞാൻ ഒരു മാസം 1 ലക്ഷം ഉണ്ടാക്കുന്നുണ്ട്. എനിക്ക് അതിശയായി തോന്നി. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇത്രയും ടാലന്റ്, ഇത്രയും സ്കില്ല്, ഇത്രയും ഇൻവെസ്റ്റ്മെന്റ് ചെയ്തിട്ട് ഇതിന് ഇൻഷുറൻസ് കിട്ടില്ല, ഒരു ഇൻഷുറൻസും കിട്ടില്ല, ഇതിന് റിപ്പയറിങ് കിട്ടില്ല. ഇത് ആകെ കൂടിയിട്ട് കേരളത്തിൽ 4-5 ഉള്ളൂ. ഇതിന് കേരളത്തിൽ ആര് സ്പെയർ മേടിച്ചിരിക്കും? അപ്പൊ നമ്മൾ ഇത് എന്തെങ്കിലും കംപ്ലൈന്റ് വന്നാൽ വിദേശത്തേക്ക് പോകണം. അപ്പൊ ഇത്രയും റിസ്കുകളൊക്കെ എടുത്തുകൊണ്ട് നിൽക്കാൻ തയ്യാറുണ്ടെങ്കിൽ മാത്രമാണ് മേടിച്ചിട്ട് കാര്യമുള്ളൂ. അല്ലാതെ നമുക്ക് മാത്രം ഈ ഫീൽഡിലേക്ക് വന്നാൽ മതി, ഇതൊക്കെ നേരിടാൻ തയ്യാറാണെങ്കിൽ. ഓപ്പറേറ്റർ എന്നുള്ള രീതിയിൽ വരാൻ എന്നാലേ പറ്റുള്ളൂ. നേരെ മറിച്ച് സിനിമറ്റോഗ്രാഫർ ആയിട്ടൊക്കെ വരാൻ കുഴപ്പമില്ല. ഈ ഡ്രോണിന്റെ കേസിൽ ഇപ്പൊ ഇവിടുന്ന് നിങ്ങൾ പെട്ടെന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന നേരത്ത് എന്നോട് പൊക്കാൻ പറഞ്ഞു, ഞാൻ പൊക്കിയതാ കറണ്ട് കമ്പിയിൽ അടിച്ചു. ഇത് ടോട്ടൽ ലോസ് ആണ് വരുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഇപ്പോ കാക്ക, പരുന്ത്, ഇപ്പൊ നമ്മള് അവിടെ പോയപ്പോ കിളികൾ പോകുന്നുണ്ടായി, ഏതെങ്കിലും ഒരു കിളിയിൽ മെത്തടിച്ചാൽ പുഴയിൽ പോയി. പിന്നെ ഈ ടവറുകൾ, മൊബൈൽ ടവറുകൾ, ഇലക്ട്രിക്കൽ ലൈൻസ്, ഇതെല്ലാം നമ്മൾ ശ്രദ്ധിക്കണം. പ്ലസ് ക്യാമറമാനോ ഡയറക്ടറോ എടുത്ത് തോളെ വെച്ചേക്കുന്നത് വലിയൊരു റിസ്ക് ആണ്. അതായത് ഇത് ചെയ്യുന്നതിലുള്ള ത്രില്ല് ഉണ്ടെങ്കിൽ അല്ലാതെ ഇതൊരു ഇൻകം എന്നുള്ള രീതിയിൽ ഡ്രോണിന് ഒരിക്കലും കണക്കൂട്ടാൻ പറ്റില്ല. അപ്പൊ പുതുതായിട്ട് വരുന്ന ഒരാളെ ഒരിക്കലും ചേട്ടൻ സപ്പോർട്ട് ചെയ്യില്ല? ഞാൻ സപ്പോർട്ട് ചെയ്യില്ല. ഞാൻ എൻ്റെ കൂടെയുള്ളവരെ എനിക്ക് പഠിപ്പിക്കാൻ വിരോധമില്ല. പക്ഷെ ഇത്ര ഇൻവെസ്റ്റ് ചെയ്യാതെ ഒരാളെ ഒരു സിനിമയുടെ ക്യാമറമാനായിട്ടോ ഈ DSLR ക്യാമറമാനായിട്ടോ ഒരാളെ വിളിക്കാന്നുണ്ടെങ്കിൽ ഡ്രോൺ ഓപ്പറേറ്റർ ആയിട്ട് ഒരാളെയും വിളിക്കില്ല, സ്വന്തമായിട്ട് ഡ്രോണുള്ള ഒരാളെ വിളിക്കുള്ളൂ. അപ്പൊ ഏകദേശം ഒരു 25-30 ലക്ഷം രൂപ ഇപ്പൊ പുതിയ ഡ്രോൺ ആണെങ്കിൽ ഇറക്കാൻ തയ്യാറാവണം. ഇതിന് എന്തെങ്കിലും ഒരു ആക്സിഡന്റോ കാര്യങ്ങളോ പറ്റിയാൽ അതിനും തയ്യാറാവണം. ഇപ്പൊ എംബ്രാൻ എന്നുള്ള പടത്തിന് എൻ്റെ സുഹൃത്ത് കല്യാൺ എന്ന് പറയുന്ന ആളാണ് അവിടെ ലഡാക്കിൽ പോയത്. അപ്പൊ അതില് ആ ടാങ്കർ കത്തുന്ന സീനില് ഒരു ഡ്രോൺ സ്റ്റാറ്റിക്കായി നിർത്തിയിരിക്കുകയായിരുന്നു. വേറൊരു FPV ഡ്രോൺ ഈ തീരുള്ളിൽ കൂടെ വന്ന് നേരെ സ്റ്റാറ്റിക്കായി നിൽക്കുന്ന ഡ്രോണിലിടിച്ച് അത് 1 മാസമായി ഉണ്ടല്ലോ, ഡ്രോൺ നിലത്ത് വീണ് ഫുൾ പോയി. ഇത്തരം നഷ്ടങ്ങൾ വന്നാല് അറ്റാക്ക് വരാൻ ഇത് പ്രൊഡക്ഷൻ ലയബിൾ ആവുമോ? അതോ പ്രൊഡക്ഷനിൽ നമ്മൾ അതിനുള്ള റിസ്കിനുള്ള പൈസ മേടിക്കുന്നുണ്ട്, അതിന്റെ പേരിൽ പ്രൊഡക്ഷനിൽ സമ്മതിക്കില്ല. അനാർക്കലി എന്ന് പറഞ്ഞ പടം ഡ്രോൺ പോയി, വരത്തെന്നുള്ള പടം ഡ്രോൺ പോയി. എൻ്റെ ഇല്ല, എൻ്റെ ഒന്നിലും പോയിട്ടില്ല. എൻ്റെ അപകടം പറ്റിയിട്ടുണ്ടെങ്കിലും ക്രാഷ് ഒന്നും ആയിട്ടില്ല. ഈ ഡ്രോൺ ടോട്ടൽ ലോസ് പറ്റിയിട്ടില്ല.
ആന്റണി എന്നുള്ള പടം ഡ്രോൺ പോയി. ഈ വിലായത്ത് ബുദ്ധര് ഞാനല്ലാതെ വേറെ ആൾ വന്ന് ചെയ്തിട്ട് ഡ്രോൺ കാട്ടിൽ പോയിട്ട് 4 മണിക്കൂർ കഴിഞ്ഞ് ഫുൾ മഴ നനഞ്ഞിട്ട് ആണ് തിരിച്ചു കിട്ടിയത്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ ഇത്ര ഇൻവെസ്റ്റ്മെന്റ് ലോണൊക്കെ എടുത്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ പ്രശ്നമാവും. നേരെ മറിച്ച് കയ്യിൽ വേറെ വലിയ കുഴപ്പമില്ല, നമുക്ക് ഇൻഡസ്ട്രിയിലും സജീവമായി നിൽക്കുന്ന ഒരു മൈൻഡ് ആണെങ്കിൽ ഡ്രോൺ വാങ്ങിക്കുന്നുണ്ട് കുഴപ്പമില്ല. ലോൺ എടുത്ത് വാങ്ങിച്ചിട്ട് ഇതിൽ നിന്നൊരു മന്ത്ലി ഇൻകം ഉണ്ടാവും എന്നുള്ളത് പൃഥ്വിരാജ് സാർ പറഞ്ഞെങ്കിലും അത് പ്രസന്റ് കണ്ടീഷനിൽ ഇതിൻ്റെതായ റിസ്കുകളും കൂടി ഉൾക്കൊള്ളാൻ തയ്യാറാണെങ്കിലാണ് പറ്റുള്ളൂ. പിന്നെ എക്സ്പീരിയൻസ് ആണ് ഇതിൽ പ്രധാനം. കാരണം ഒരു ഡയറക്ടർ പറയുന്ന ഷൗട്ട് ചെയ്യുന്ന ഡയറക്ടർമാരുണ്ടാവും, ഫ്രണ്ട്ലി ആയിട്ട് പറയുന്നവരുണ്ടോ, അവർ പറയുന്ന ഫ്രെയിം നമുക്ക് കൊടുക്കണം, പ്ലസ് ഡ്രോണിൻ്റെ സേഫ്റ്റി നോക്കണം. അതും മാത്രമല്ല ഈ ക്യാമറയുടെ ഫോക്കസ് പുള്ളർ ചെയ്യുന്ന പോലത്തെ ക്യാമറയുടെ ലൈറ്റ് സെറ്റപ്പ്, ലെൻസുകൾ 5 ലെൻസാണ് ഇപ്പം ഇതിൽ വരുന്നത്. ഇതൊക്കെ മാറ്റിയിട്ട് A to Z സെറ്റിങ് കറക്റ്റ് ആക്കേണ്ട പണിയും ഡ്രോൺ ഓപ്പറേറ്റർ. ഒരു പണികൾ അറിയുന്ന ഒരാൾക്ക് ഒരു ഈ DSLR ക്യാമറകൾ കൈകാര്യം ചെയ്യുന്ന ഒരാൾക്കാണ് ആക്ച്വലി നല്ല ഡ്രോൺ ഓപ്പറേറ്റർ ആകാൻ പറ്റുള്ളൂ. കാരണം ഡ്രോൺ ഓപ്പറേറ്റർ തന്നെ ഇതുപോലത്തെ ഒരു ക്യാമറ തന്നെയാണ്, ഇതിനേക്കാളും കൂടുതൽ സെറ്റിംഗ് ഉള്ള ക്യാമറ. അപ്പോൾ ആ ക്യാമറയുടെ സെറ്റിംഗ് അറിയാത്ത ഒരാൾക്ക് ഡ്രോൺ ഓപ്പറേറ്റർ ആവാൻ പറ്റില്ല. ഡ്രോൺ മാത്രം ഫ്ലൈ ചെയ്ത്. ചേട്ടാ, ഒരുപാട് കോൺസ്പിറസീസ് ഉള്ള ഒരു കഥയാണ് നമ്മുടെ സുമതി വളവിന്റെ. തമിഴിൽ രാക്ഷസൻ എന്ന് പറഞ്ഞ പടത്തിന്റെ ക്യാമറമാനാണ് ഇദ്ദേഹം. സുമതി വളവിന്റെ ക്യാമറമാൻ. ആ പടത്തിന്റെ ക്യാമറമാനായുള്ള അദ്ദേഹം സ്വയം സംവിധാനം ചെയ്ത കൽവൻ എന്ന് പറയുന്ന ഒരു പടമുണ്ട്, തമിഴ് പടം. ആ കൽവനിൽ ഞാനായിരുന്നു ഡ്രോൺ ഓപ്പറേറ്റർ. അങ്ങനെയാണ് അദ്ദേഹം ഈ പടത്തിലേക്ക് ഈ സുമതി വളയിലേക്ക് റെക്കമെൻഡ് ചെയ്തത്. അപ്പോൾ സുമതി വളയിലേക്ക് റെക്കമെൻഡ് ചെയ്ത് സുമതി വളയിൽ നമ്മൾ കുറേ ദിവസം ഉണ്ടായിരുന്നു. നമുക്ക് നല്ല രീതിയിൽ സിങ്ക് ചെയ്ത് നമ്മുടെ പാലക്കാട് വടക്കഞ്ചേരി ഭാഗത്തായിരുന്നു ഷൂട്ട്. പിന്നെ സുമതി വളവ് ചുള്ളിയാർ ഡാമിൻ്റെ കുറച്ച് ഭാഗം ഷൂട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ മലമ്പുഴയിൽ വാളയാർ ചെക്ക് പോസ്റ്റിൻ്റെ ഉള്ളിൽ ഒരു കാടുണ്ട്, അവിടെ കുറേ ഷൂട്ട് ചെയ്യേണ്ട നമ്മളതിൽ വളരെ കുറച്ചധികം ദിവസങ്ങൾ വർക്ക് ചെയ്യാൻ പറ്റി. അർജുൻ അശോകൻ, അതായത് അഭിലാഷ് പിള്ള എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ആനന്ദ ശ്രീബാലയിൽ ഞാൻ ഉണ്ടായിരുന്നു. അദ്ദേഹം എഴുതിയ ആനന്ദ ശ്രീബാലയിലാണ് വർക്ക് ചെയ്തത്. മാളികപ്പുറത്തിൽ ഞാൻ വർക്ക് ചെയ്തിട്ടില്ല. അപ്പം അദ്ദേഹവും ഈ പറഞ്ഞ മാതിരി സിനിമ എന്നുള്ള രീതിയിൽ ചിന്തിക്കുമ്പോൾ അത് ഒരുവിധ എല്ലാ വിഭാഗക്കാരെയും തൃപ്തിപ്പെടുത്തുന്ന ഒരു പടമായിട്ടാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. സാറിൻ്റെ ഇറങ്ങാനിരിക്കുന്ന സിനിമയെക്കാളും ഇറങ്ങിയ സിനിമകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എണ്ണിയാലും തീരത്തില്ല കേട്ടോ. ഒരു വലിയൊരു ലിസ്റ്റ് തന്നെ ഉണ്ട് അതിൻ്റെ ലിസ്റ്റുകൾ. അപ്പം അതിനകത്ത് ഏറ്റവും എടുത്തു പറയത്തക്ക സിനിമകളാണ് ഇപ്പോൾ പണി, വർഷങ്ങൾക്ക് ശേഷം, റൈഫിൾ ക്ലബ്ബ്, അതുപോലെ തന്നെ രേഖാചിത്രം, മാർക്കോ. ഇതൊക്കെ ഈ ചിത്രങ്ങളെല്ലാം ഒരു വിഷ്വൽ ട്രീറ്റ് ആണ്. അപ്പം ഈ സിനിമയുടെ ഇത്രയും വിഷ്വലി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഈ സീനുകൾക്കെല്ലാം അനൂപേട്ടൻ്റെ ഒരു വലിയൊരു പങ്കുണ്ട്. അപ്പം ഈ സിനിമകളിലേക്ക് ഈ അപ്രോച്ച് എങ്ങനെ ഉണ്ടായിരുന്നു ഇവരുടെ? ഇതിൽ ഇപ്പം പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ രേഖാചിത്രം എന്ന് പറഞ്ഞ പടത്തിൽ അപ്പു പ്രഭാകരാണ് DOP. അദ്ദേഹത്തിന്റെ നല്ല ഫ്രെയിമാണ്. രേഖാചിത്രം കണ്ടവർക്ക് അറിയാം. അതായത് ഡ്രോണിന്റെ ഫ്രെയിം അല്ല ഞാൻ പറയുന്നത്. ബാക്കിയുള്ളതൊക്കെ എന്ന് പറഞ്ഞാൽ ഓരോ വീഡിയോയുടെ ആ സിനിമയുടെ ഓരോ ലൈറ്റപ്പും കാര്യങ്ങളും നമുക്ക് ഓരോ ഫോട്ടോ ആക്കി മാറ്റി, അത്ര സൂപ്പർ ഇതാണ്. അപ്പം അദ്ദേഹം എനിക്ക് തന്നൊരു സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ ഇപ്പം അതിരപ്പള്ളിയിൽ ഷൂട്ട് നടന്നു, മാളയിൽ നടന്നു, പല സ്ഥലങ്ങളിൽ നമ്മൾ ചെയ്തു. എൻ്റെ അടുത്ത് സീൻ പറഞ്ഞിട്ട് ആൾ ഇടപെടേണ്ട കേസുകൾക്ക് ആൾ കൂടെ നിന്ന് ചെയ്യും. ബാക്കിയുള്ളത് അസോസിയേറ്റ് ആയിട്ടുള്ള ആളെയും എന്നെയും കൂടി വിട്ടിട്ട്, ക്യാമറ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ആരും ഉണ്ടാവില്ല, ക്യാമറമാൻ്റെ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ആരും ഉണ്ടാവില്ല, അസോസിയേറ്റ് ഡയറക്ടർ ആയിട്ടുള്ള അസിസ്റ്റന്റ് ഡയറക്ടർമാരെ വിട്ട് എനിക്ക് ഫ്രെയിം പറഞ്ഞു തന്ന് അതിരപ്പള്ളിയുടെ ഷോട്ടുകൾ, വണ്ടികളുടെ ഷോട്ടുകളൊക്കെ എൻ്റെ ഒരു സ്വാതന്ത്ര്യത്തിന് കൂടിയിട്ട് ആൾ നിന്ന് തന്നിട്ടുണ്ട്. അതിൽ വലിയൊരു സന്തോഷമുണ്ട്. അങ്ങനെയായിരുന്നു ഈ സിനിമകളുടെ എല്ലാം ഒരു. റൈഫിൾ ക്ലബ്ബിൽ എന്ന് പറഞ്ഞാൽ ആഷിഖ് സാറ് തന്നെയായിരുന്നു ഡയറക്ടർ, ആഷിഖ് സാറ് തന്നെയായിരുന്നു DOP. അപ്പോൾ അതിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ഡ്രോണിന് ഇപ്പോഴത്തെ ഇൻസ്പയർ 3 എന്നുള്ള ഡ്രോണിന് മുമ്പത്തെ ഡ്രോണുകളെ വിട്ടിട്ട് DOPക്ക് അദ്ദേഹത്തിന് ട്രൈപോഡിൽ വെച്ചിട്ട് ജിമ്പിൽ മൂവ് ചെയ്യാൻ പറ്റും. എനിക്ക് ഡ്രോൺ ഫ്ലൈ ചെയ്താൽ മതി. അപ്പോൾ റൈഫിൾ ക്ലബിലും അതുപോലെ തന്നെ നമ്മളുടെ മാർക്കോലൊക്കെ ഞാൻ ഫ്ലൈ ചെയ്യുന്ന സമയത്ത് ക്യാമറാമാനാണ് അവർക്ക് ഇഷ്ടത്തിനുള്ള ഫ്രെയിമുകൾ ട്രൈപോഡിൽ വെച്ച് തിരിക്കുന്നത്. ആ സംവിധാനം ഈ ഡ്രോണിലുള്ള എൻ്റെ പേരിൽ ഒരുവിധം സെറ്റുകളിൽ പോയാൽ ക്യാമറാമാനും നമ്മളായിട്ട് വളരെ സിങ്കാവും. മുമ്പ് എന്ന് പറഞ്ഞാണെങ്കിൽ ക്യാമറാമാൻ ഒരു ഫ്രെയിം പറഞ്ഞ് മെയിൻ ഓപ്പറേറ്ററും സെക്കൻഡ് ഓപ്പറേറ്ററും കൂടി അഡ്ജസ്റ്റ് ചെയ്യണം. ഇവർക്ക് കൈകെട്ടി നിൽക്കാനേ പറ്റുള്ളൂ. മലയാളത്തിൽ ഇപ്പോഴത്തെ ഏറ്റവും പ്രഗത്ഭരായ സിനിമാറ്റോഗ്രാഫേഴ്സിൽ ഏറ്റവും കൂടുതൽ സിങ്കായി വർക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ള ആളാരായിരിക്കും? ഏറ്റവും കൂടുതൽ ഞാൻ വർക്ക് ചെയ്തിട്ടുള്ളത് വിഷ്ണു നമ്പൂതിരിയുടെ കൂടിയാണ്. വിഷ്ണു നമ്പൂതിരി സാറിൻ്റെ കൂടെ
നിരവധി പടങ്ങൾ ചെയ്തു. അതായത് ഞാൻ മേരിക്കുട്ടി, പുണ്യാളം സെക്കൻഡ്, പ്രേതം 2, പിന്നെ ആനന്ദ് ശ്രീബാല, അങ്ങനെ ഏറ്റവും കൂടുതൽ ഞാൻ സിനിമകൾ ചെയ്തത് വിഷ്ണു നമ്പൂരി സാറിന്റെ കൂടെ. ആളും ഇതുപോലെ തന്നെ ഏറ്റവും വലിയ കെമിസ്ട്രി വർക്കൗട്ട് ആയിട്ടുള്ള അവസാനം ചെയ്തത് ആനന്ദ് ശ്രീബാല. അതിലൊക്കെ എന്ന് പറഞ്ഞാൽ അദ്ദേഹം അവിടെ ഫോർട്ട് കൊച്ചിയിൽ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് എന്നോട് ഷോട്ടുകൾ പറഞ്ഞ് എൻ്റെ അടുത്ത് ഇന്നതാണ് ഷോട്ടുകൾ വേണ്ടത് എന്ന് പറഞ്ഞ് അർജുൻ അശോകൻ അവർ ബൈക്കിൽ പോണ ഷോട്ട്, പിന്നെ ഫോർട്ട് കൊച്ചിയിൽ ബിൽഡിങ്, അങ്ങനെ പല ഇതിലുള്ള ഷോട്ടുകളൊക്കെ അദ്ദേഹം പറഞ്ഞു തരും, നമ്മൾ പോയി എടുക്കുക. അല്ലാതെ എല്ലാത്തിലും നമ്മൾക്ക് അത്യാവശ്യം ഒരു ഫ്രെയിമിങ്ങും സിനിമയുടെ ഒരു സെൻസും അറിയുന്ന ആൾക്കാരുകൾ അവരുടെ സമയത്തിൽ വേറെ ഷൂട്ട് ചെയ്ത് നമ്മളെ സ്വതന്ത്രമായിട്ട് ചെയ്യാൻ വിടും. പക്ഷെ പല കേസുകളിലും എല്ലാവരും കയറി ഇടപെടുമ്പോൾ സമയനഷ്ടം വരും. പഴയകാല സിനിമാറ്റോഗ്രാഫേഴ്സുമായിട്ടും ഏറ്റവും പുതുതായിട്ട് നിൽക്കുന്ന സിനിമാറ്റോഗ്രാഫേഴ്സുമായിട്ട് സാർ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇവർ തമ്മിൽ വലിയൊരു കോൺട്രാസ്റ്റ് അല്ലേ? അതായത് വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതില് ഇപ്പൊ സന്തോഷ് ശിവൻ സാറിന്റെ ഒപ്പം ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം എന്ന് പറഞ്ഞാല് ഇത്രയും എക്സ്പീരിയൻസ് ഉള്ള സിനിമയല്ല. ഞാൻ വർക്ക് ചെയ്തത് ശോഭാ സിറ്റിക്ക് വേണ്ടിയിട്ട് ഒരു ഡോക്യുമെന്ററി ചെയ്തത്. ശോഭാ സിറ്റിയുടെ ഒരു വില്ലേജ്, ഒരു സ്കൂളൊക്കെ നമ്മുടെ വടക്കഞ്ചേരി ഭാഗത്തുണ്ട്. അതിനെക്കുറിച്ചൊരു ഡോക്യുമെന്ററി സൗജന്യമായിട്ട് ശോഭാ സിറ്റിയുടെ ഓണർ കുറച്ച് കുട്ടികളെ ദത്തെടുത്തിട്ട് അവരെ ഫുൾ ഭക്ഷണം വസ്ത്രമൊക്കെ കൊടുത്ത് പഠിപ്പിക്കുന്ന ഒരു സ്കൂളുണ്ട്. അതിനെക്കുറിച്ച് ഡോക്യുമെന്ററിയാണ് ചെയ്തത്. അത് ഒരു 7-8 വർഷം മുമ്പാണ്. അത് ഇൻസ്പയർ 1 ആയിരുന്നു. അപ്പൊ ഈ ഡ്രോണുകളൊക്കെ ഇറങ്ങിയിട്ടുള്ള സമയമാണ്, തുടക്കത്തിലാണ്. അപ്പൊ ഈ സന്തോഷ് ശിവൻ സാറ് നമ്മുടെ അടുത്ത് വന്ന് ചോദിക്കുന്നത് കണ്ടാല് ഒരു സ്റ്റുഡന്റിന്റെ പോലെ ചോദിക്കുന്നത്. അപ്പൊ ഇൻസ്പയർ 1 X5R എന്നുള്ള ഒരു ക്യാമറ, ഡ്രോൺ റെസൊല്യൂഷൻ റോ കാറ്റഗറിയിലുള്ള ഫസ്റ്റ് ഡ്രോൺ ആയിരുന്നു അത്. അപ്പൊ ഇദ്ദേഹം നമ്മുടെ അടുത്ത് ചോദിക്കുന്നതും അദ്ദേഹത്തിന് അറിയാത്ത ആൾക്ക് സിനിമറ്റോഗ്രാഫി അറിയാം, ഫ്രെയിം അറിയാം, ക്യാമറനെ കുറിച്ച് അറിയാം, പക്ഷെ ഡ്രോണിനെ കുറിച്ച് അറിയില്ല. അപ്പൊ അത് നമ്മളിലെ ആള് റെസ്പെക്ട് ചെയ്തിട്ട് സംസാരിക്കുന്നത്. ഇപ്പോൾ ഉള്ള പല ക്യാമറമാന്മാരും നമ്മളെ വാല്യൂ ചെയ്തിട്ടാണ് പറയുക, അവർക്കറിയാത്തൊരു കാര്യമാണ്. പക്ഷേ ചില ആൾക്കാരുകൾക്ക് ഇവന് നമ്മൾക്ക് DOP അണ്ടറിലുള്ള ഒരാളാണ്, അപ്പൊ ഇങ്ങനെ ഷൗട്ട് ചെയ്യുന്ന ഒരു ക്യാരക്ടറില്ലേ, അങ്ങനെയുള്ളവരും ഉണ്ട്. അതപ്പോ ഇന്ന് പുതിയത് പഴയതൊന്നുമല്ല, അത് തലമുറയുടെ ഒരു വ്യത്യാസം. ഒരു പോയിന്റ് ഓഫ് വ്യൂ വ്യത്യാസം വരാൻ സാധ്യത. പോയിന്റ് ഓഫ് വ്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുതിയ തലമുറ എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്പീഡിൽ ഇന്റർനെറ്റിൽ വളർന്ന ഒരു തലമുറയാണ്. മുമ്പത്തെ തലമുറ R.D. രാജശേഖർ സാറിന്റെ കൂടെ ആദ്യം നമ്മൾ ചെയ്ത തമ്പി എന്നുള്ള പടം. ഞാൻ ആദ്യം ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്ത ഒരു സിനിമ, തമിഴ് സിനിമ, 26 ദിവസത്തോളം കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്തതാണ് തമ്പി എന്ന് പറഞ്ഞ കാർത്തികിന്റെ പടം. R.D. രാജശേഖർ സാറായിരുന്ന ക്യാമറ. അദ്ദേഹത്തിന്റെ പിന്നെ അടുത്ത പടം നമ്മൾ ചെയ്തത് തൃശ്ശൂർ പൂരം, ജയസൂര്യ ആയിട്ടുള്ള തൃശ്ശൂർ പൂരം. അദ്ദേഹത്തിന്റെ ലാസ്റ്റ് പടം നമ്മൾ ചെയ്തത് മണ്ണാങ്കട്ടി എന്ന് പറഞ്ഞ തമിഴ് പടം, നയൻതാരയുടെ പടം. അദ്ദേഹത്തിനൊക്കെ നമ്മളെടുത്ത് പെരുമാറുമ്പോൾ ആള് ഫിലിമിൽ നിന്ന് ഡിജിറ്റലിലേക്ക് വന്നു. അതിലാള് നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾക്ക് അർഹമായൊരു സ്പേസ് അവിടെ തന്നുകൊണ്ടാണ് പെരുമാറുന്നത്. പക്ഷെ ചില ക്യാമറമാന്മാര് ഡ്രോണിനെ കൊണ്ട് എന്തൊക്കെ പറ്റും എന്തൊക്കെ പറ്റില്ലെന്ന് അറിയാതെ അതിൽ കോടി എടുക്ക് നമുക്ക് ഇത്ര സ്പീഡിൽ പോകുന്നൊക്കെ പറയുമ്പോൾ ഡ്രോണ് ഇൻസ്പയർ എന്താണ്, FPV ഡ്രോൺ എന്താണ്, അങ്ങനെ പല കാറ്റഗറി ഉണ്ട്. അതായത് ഈ നമ്മളുടെ വലിയ ക്യാമറകൾ കയറ്റുന്ന ഡ്രോൺ ഉണ്ട്. ഇങ്ങനെ 3 കാറ്റഗറി ഉണ്ട്. ഡ്രോണിനെ കുറിച്ച് വിശദമായിട്ട് ഞാൻ ടെക്നിക്കലി അറിയുന്ന പോലെ എനിക്ക് പറയാൻ പറ്റും. അപ്പൊ ഇതിനെ കുറിച്ച് അറിയാതെ ഇതുകൊണ്ട് ഈ FPV ഡ്രോൺ പോണ പോലെ ഈ വലിയ ഡ്രോൺ പോകുന്നൊരു ധാരണ വെച്ച് സംസാരിക്കും. അത് സംസാരിക്കുമ്പോൾ അത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ്. പക്ഷെ ഒരുവിധം ക്യാമറമാൻ ഒരു 90% ഡ്രോണിനെ കുറിച്ചും അതിന്റെ സാധ്യതകളെ കുറിച്ചും അറിയുന്നവരാണ്. ഒരു 10% എല്ലാത്തിലും ഉണ്ടാവില്ല. അങ്ങനെ കണക്കൂട്ടിയാൽ മതി. സാറ് ഒരു അസാധ്യ എഴുത്തുകാരനാണെന്ന് എനിക്കിങ്ങനെ അറിയാൻ പറ്റിയിട്ടുണ്ട്. അപ്പൊ അതിന്റെ പിന്നിലെ കഥ എങ്ങനെയാണ്? ഞാൻ എഴുത്തുകാരൻ എന്ന് പറഞ്ഞാൽ ഞാൻ വായനക്കാരനാണ്. എന്റെ ഈ വീട് സാറിന്റെ ഒരു ലേഖനം ഞാൻ വായിച്ചിട്ടുണ്ട്. അത് ചുരുങ്ങിയ ബഡ്ജറ്റിൽ നമുക്ക് എങ്ങനെ ഒരു സിനിമ നിർമ്മിക്കാം. അതെ, തിരക്കഥാ ലോകത്തില് അത് വളരെ ഷെയർ ആയിട്ട് പോയിട്ടുള്ള കുറെ പേര് ഷെയർ ചെയ്തിട്ടുണ്ട്. അതായത് എന്നെ സംബന്ധിച്ച് ഞാൻ ബേസിക്കലി ഞാൻ വളർന്നത് തന്നെ അയൽപ്പക്കം ഇല്ലാത്തൊരു വീട്ടിലാണ്. അപ്പൊ നമുക്ക് വായിക്കുന്ന ഒരു ശീലം ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ഈ ക്ലാസ്സുകൾ എടുക്കുന്ന വീഡിയോഗ്രാഫി ക്ലാസ് എടുക്കുന്ന ഒരു തലത്തിലേക്ക് വന്നപ്പോൾ കണ്ടമാനം വായിക്കാൻ, ഈ ക്യാമറനെ കുറിച്ച് വായിക്കാനായിട്ട് വന്നു. അപ്പൊ ഞാൻ പല സെറ്റുകളിലും പോകുമ്പോൾ പ്ലാനിങ് ഇല്ലാതെ സിനിമയുടെ നഷ്ടങ്ങൾ ഇങ്ങനെ ഇഷ്ടം പോലെ കാണണം. ഫുള്ള് ക്രൂ 80 പേര് പോവാ. രാവിലെ വണ്ടിപ്പെരിയാർ ഒരു പടത്തിന് ഞാൻ പോയി. രാവിലെ വണ്ടിപ്പെരിയാർ റൂമിൽ നിന്ന് 80 പേര് 10 കാറ് പോയി ഒരു സ്ഥലത്തേക്ക് പറഞ്ഞു ഇവിടെ നിർത്താൻ പറഞ്ഞു. നിർത്തി കഴിഞ്ഞിട്ട് പറഞ്ഞു ഞങ്ങൾ ലൊക്കേഷൻ നോക്കാൻ പോവാണ്. ഞാൻ ചോദിക്കട്ടെ, അപ്പൊ സാറിന്റെ ഒരു കണക്ക് പ്രകാരം ഏറ്റവും ചുരുങ്ങിയ ചെലവിൽ ഒരു സിനിമ എങ്ങനെ എടുക്കാൻ പറ്റും?
ഒരു ദിവസത്തിലെ നോർമൽ സിനിമ എന്ന് പറഞ്ഞാൽ 90,000 തൊട്ട് 3 ലക്ഷം വരെ പെർ ഡേ ഷൂട്ടിങ് എക്സ്പെൻസ് വരും. 90,000 മുതൽ 3 ലക്ഷം വരെ ഏവറേജ് ആണ് പറയുന്നത് കേട്ടോ. അതായത് അതിനേക്കാളും കുറഞ്ഞതും ഉണ്ടാവും, അതിനേക്കാളും കൂടിയതും ഉണ്ടാവാം. ഇപ്പം ഞങ്ങൾ ചെയ്ത ഈ ആര്യയുടെ പടം, നമ്മളുടെ ജി എൻ കൃഷ്ണകുമാർ സാറിന്റെ പടം, പെർ ഡേ ഷൂട്ട് നടന്നെങ്കിൽ 50 ലക്ഷം, നടന്നില്ലെങ്കിൽ 18 ലക്ഷം. ഇത്ര ക്രൂ ആണ്. ഇത് രാമനാഥപുരം, രാമേശ്വരം മൊത്തം 450 ആൾക്കാർ ഷൂട്ടിംഗ് ക്രൂ മാത്രമാണ്. ഇപ്പോൾ നമ്മുടെ ആട്3 ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് നിർത്തി വെച്ചിരിക്കുന്നത്. ഇപ്പം മറ്റന്നാൾ മുതൽ 15 തീയതി മുതൽ വീണ്ടും ആരംഭിക്കണം. ആ പടത്തിൽ ഇതുപോലെ തന്നെ 200-250 ആൾക്കാരാണ് മലമ്പുഴയിലുള്ള സകല ഹോട്ടലുകളും താമസിക്കുന്നത്. അപ്പം ഇത്രയും വലിയ ഷൂട്ടുകളൊക്കെ, വലിയ സിനിമ, അതൊക്കെ കൃത്യമായിട്ട് പ്ലാനിങ്ങിൽ പോകും. പക്ഷെ ചെറുവക പടങ്ങൾ പലതും ഇത് തുടങ്ങിയിട്ട് ലൊക്കേഷനിൽ വന്നിട്ട് രാവിലെ തൊട്ട് 4 മണി വരെ നിന്നിട്ട് എവിടെയാണ് ഫ്രെയിം വെക്കേണ്ടതെന്നും എവിടെയാണ് ക്യാമറ വെക്കേണ്ടതെന്നും ഒരു പ്ലാൻ ഇല്ലാത്ത നിരവധി ആൾക്കാരുകൾ, അതായത് ഇവരെന്തെങ്കിലുമൊക്കെ ഷോർട്ട് ഫിലിം ചെയ്ത് വന്നിട്ട് അങ്ങനെയുള്ള നിരവധി കാര്യങ്ങൾ കണ്ടപ്പോൾ എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ വിശദമായിട്ടൊന്ന് എഴുതാൻ തോന്നിയിട്ട് ഞാൻ തിരക്കഥാലോകം എന്നുള്ളൊരു ഗ്രൂപ്പിൽ ഞാൻ സിനിമയുടെ ലോ ബഡ്ജറ്റ് സിനിമ നിർമ്മാണം എന്നുള്ള തലക്കെട്ടിൽ എഴുതിയത് പല ഗ്രൂപ്പുകളിലും എൻ്റെ പേരിലല്ലാതെ കോപ്പി പേസ്റ്റ് ആയിട്ടും എൻ്റെ പേരിൽ മാത്രം അത് 80-100 ഷെയറുകളായിട്ടും ഡയറക്റ്റ് ഷെയർ ആയിട്ടും പോയി. കുറേ പേര് ഇതിൻ്റെ പേരിൽ എന്നെ സിനിമയിലേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ സിനിമ ചെയ്ത നമ്മുടെ ഹിറ്റായിട്ടുള്ളൊരു സിനിമ, മലയാളത്തിൽ ഹിറ്റായിട്ടുള്ള സിനിമയുടെ സംവിധായകൻ ഈ തിരക്കഥാലോകത്തിലെ ഗ്രൂപ്പിൽ എൻ്റെ എഴുത്ത് വെച്ചിട്ട് എന്നെ ഇടയ്ക്കിടയ്ക്ക് വിളിച്ചിട്ട് ലൈറ്റപ്പ് എങ്ങനെ ചെയ്യണം, ക്യാമറ എങ്ങനെ ചെയ്യണം എന്ന് വെച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പടം ഇപ്പോൾ ഹിറ്റായി. ആരായിരുന്നു? അല്ല, അത് വേണ്ട, അത് പറയണ്ട. പിന്നെ ആള് പിന്നീട് ഇപ്പൊ ഹിറ്റായതിനു ശേഷം എന്നെ മെൻഷൻ ചെയ്തിട്ടില്ല. പിന്നെ ഞാൻ ഈ ക്യാമറകൾ റെന്റിന് കൊടുക്കുന്ന കാലഘട്ടത്തിൽ ഈ വീട്ടിലേക്ക് നമ്മൾ മുമ്പ് ക്യാമറ റെന്റ് പരിപാടി ഉണ്ടായിരുന്നു. ആ കാലഘട്ടത്തിൽ ഇവിടെ വന്ന ഒരു 6ഓളം പേര്, അതായത് ഞാൻ VHS കാലഘട്ടത്തിലെ റെന്റ് പരിപാടി തുടങ്ങിയതാണ്. VHS ഡിജിറ്റലിലേക്ക് കടന്നു, ഡിജിറ്റലിൽ നിന്ന് DSLR, ഇതൊക്കെ റെന്റ് കൊടുക്കുന്ന കാലഘട്ടത്തിൽ വന്ന 6ഓളം പേര് ഇന്ന് മലയാളത്തിലെ അറിയപ്പെടുന്ന സിനിമാറ്റോഗ്രാഫേഴ്സാണ്. ഞാൻ പഠിപ്പിച്ചതല്ല കേട്ടാ, എൻ്റെ അടുത്ത് നിന്ന് ക്യാമറ റെന്റിന് കൊണ്ടുപോയിട്ട് ഷോർട്ട് ഫിലിമും പരസ്യങ്ങളും എടുത്തൊരു 6ഓളം പേര് അറിയപ്പെടുന്ന സിനിമാറ്റോഗ്രാഫേഴ്സാണ്. അപ്പോൾ ഞാൻ ഈ എഴുതാനുള്ള കാര്യം എനിക്കറിയാവുന്നത് പറഞ്ഞു കൊടുക്കുക എന്നുള്ളത് എൻ്റെ ബേസിക്കാണ്. അങ്ങനെയാണ് ഞാൻ ക്ലാസ് എടുക്കാൻ ആരംഭിക്കുന്നത്. അപ്പം ഞാൻ AKPA എന്നുള്ള സംഘടന, ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ തന്നെ ഒരു 27ഓളം ക്ലാസ്സുകൾ, ഏകദിന ക്ലാസ്സുകൾ കേരളത്തിൻ്റെ പല ഭാഗത്തായിട്ട് AKPA സംഘടിപ്പിക്കുന്ന ക്ലാസ്സുകൾ ഞാൻ എടുത്തിട്ടുണ്ട്. തൃശ്ശൂർ ജില്ലാ സമ്മേളനം, പാലക്കാട് ജില്ലാ സമ്മേളനം, മാള മേഖലാ സമ്മേളനം, അതുപോലെ കാസർഗോഡ് ജില്ലാ സമ്മേളനം, പാറശാല മേഖലാ സമ്മേളനം, ഇങ്ങനെ കുറേ എടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് KPVU എന്ന് പറഞ്ഞ പുതിയൊരു സംഘടന വന്നു. അതിന് വേണ്ടിയിട്ട് ഔഷാദ് എന്ന് പറഞ്ഞ ആളാണ് അതിൻ്റെ തലപ്പത്തിരിക്കുന്നത്. ഇപ്പോഴും ഞാനായിട്ട് നല്ല എടുപ്പുണ്ട്. അദ്ദേഹത്തിന് വേണ്ടി ഞാൻ 3 ക്ലാസ് എടുത്തു. അപ്പോൾ ഈ KPVയും AKPയും തമ്മിൽ ചെറിയ ഇഷ്യൂ ഉണ്ട്. അപ്പോൾ AKPയിൽ മെമ്പറായ ഞാൻ KPVന് ക്ലാസ് എടുക്കുന്ന വിഷയത്തെ ചെറിയ ഇഷ്യൂകളൊക്കെ വന്നതോടുകൂടി പിന്നെ ക്യാമറകൾ നിരവധി മാറി ക്ലാസ്സിലേക്ക് വന്നു. എനിക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റാത്തത്രയും കുറേ ക്യാമറകളായി. മുമ്പൊക്കെ ഞാൻ ക്ലാസ് എടുക്കുന്ന സമയത്ത് PD170, PD150 സോണിയുടെ, അതുപോലെ ക്യാനോന്റെ XL1, XM2, അതുപോലെ തന്നെ വേറെ ക്യാമറകൾ പാനസോണിക്കിന്റെ MD9000, ഇത്തരം കാറ്റഗറിയിൽ. പിന്നെ സോണിയുടെ തന്നെ മെമ്മറി കാർഡിലേക്ക് ഡിജിറ്റലിൽ നിന്നും ടൈപ്പിൽ നിന്നും മെമ്മറി കാർഡിലേക്ക് മാറിയപ്പോൾ NX1, NX3, NX5 ഇതിനെ കുറിച്ചൊക്കെയാണ് ഞാൻ ക്ലാസ് എടുത്തിരുന്നത്. ഇത് കുറച്ച് കഴിഞ്ഞപ്പോൾ വീണ്ടും മാറിയപ്പോൾ കുറേ തരം ക്യാമറകൾ, കൂടാതെ ഈ DSLR ക്യാമറകൾ തന്നെ സോണിയുടെ, പാനസോണിക്, ലൂമിക്സ് എല്ലാം ഇറങ്ങിയപ്പോൾ എല്ലാ ക്യാമറകളുടെയും കൂടി പറയാന്നുള്ളതൊരു ബുദ്ധിമുട്ടായി. പിന്നെ ഞാൻ അത് ഇപ്പോൾ സ്കിപ്പ് ചെയ്തു, ഇപ്പം ചെയ്യാറില്ല. അങ്ങനെയാണ്. സാറിന്റെ കയ്യിൽ നിന്ന് ഒരു തിരക്കഥ നമുക്ക് പ്രതീക്ഷിക്കാം എന്തെങ്കിലും കാലത്ത്? അല്ലെങ്കിൽ സാറിന്റെ അങ്ങനെ പറയാൻ പറ്റില്ല, കാരണം കഥ എന്നുള്ള രീതിയിൽ ഞാൻ നല്ലൊരു വായനക്കാരനാണ്. പിന്നെ ഒഴിവുള്ള സമയത്ത് വേറെ സിനിമാറ്റോഗ്രാഫറുടെയും ഡ്രോൺ ഓപ്പറേറ്ററുടെയും ചിലവ് കുറഞ്ഞു കിട്ടും. അത് കിട്ടും. ഞാൻ ഈ വേറെ ദുശ്ശീലങ്ങളായിട്ടൊന്നും ഇല്ല, അതായത് സിഗരറ്റ് വലിക്കുക അങ്ങനത്തെ വേറെ കേസുകളില്ല. അപ്പോൾ ഒഴിവുള്ള സമയത്തൊക്കെ വണ്ടിയിൽ എപ്പോഴും യാത്ര പോകുമ്പോൾ 2 ബുക്കെങ്കിലും ഉണ്ടാവും. പിന്നെ എഴുതാനായിട്ടുള്ള പേപ്പറും പേനയും ഉണ്ടാവും. അപ്പം എനിക്ക് തോന്നുന്നത് ചെറിയ കുറിപ്പുകളായിട്ട് കുറിച്ചിടുക എന്നല്ലാതെ ഒരു സ്ക്രിപ്റ്റ് എന്നുള്ള രീതിയിലേക്കൊന്നും വർക്ക് ചെയ്തിട്ട് നമ്മൾ ചെയ്തിട്ടില്ല. ഇനിയിപ്പോൾ അത്തരം ആശയങ്ങളുടെ മെയിൻ പ്രശ്നം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഈ സാധനം, ഈ എക്യുപ്മെന്റ്സ് ഇനിയുള്ള കാലത്ത് അപ്ഗ്രേഡ് ചെയ്യാൻ ഞാനല്ല, ഇപ്പോഴത്തെ ടെക്നോളജിയുടെ വളർച്ച മൂലം, AI കടന്നുകയറ്റം മൂലം ഇത് കഴിഞ്ഞ് ഇനി അടുത്തൊരു 30 ലക്ഷം ഞാൻ ഇൻവെസ്റ്റ് ചെയ്താൽ തിരിച്ചു കിട്ടാനൊരു ചാൻസ് ഇല്ല.
തീർച്ചയായിട്ടും. ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ പറയും വേറെ ആൾക്കാർ ഇൻഡസ്ട്രിയിൽ വരുന്നതിനെ നിരുത്സാഹപ്പെടുത്തുന്നു. പക്ഷെ ഫാക്റ്റാണ് പറയുന്നത്. കാരണം ഈ ഇൻവെസ്റ്റ്മെന്റ് തിരിച്ചു കിട്ടണമെങ്കിൽ ഇപ്പം എൻ്റെ 6000 GB കേരളത്തിൻ്റെ വിവിധ ഭംഗികളായിട്ടുള്ള സ്റ്റോക്ക് ഫുട്ടേജ് ഉണ്ട്. ഈ സ്റ്റോക്ക് ഫുട്ടേജുകളൊന്നും ഇനി ആവശ്യമില്ല. റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു അതിരപ്പള്ളിയിൽ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരാൾ വരുന്ന ഷോട്ടിലേക്ക് ഡ്രോൺ ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ വിളിക്കുള്ളൂ. അല്ലാത്തത് AI ക്രിയേറ്റ് ചെയ്യും. ആലപ്പുഴയുടെ ഷോട്ടിൽ ഒരു ബോട്ടിന്റെ പക്കത്ത് നിൽക്കുന്ന ആൾ ഒറിജിനൽ 2-3 ക്യാമറ വെക്കുന്നതിന്റെ കൂട്ടത്തിൽ ഡ്രോൺ വേണമെങ്കിലാണ് ഡ്രോൺ ആവശ്യമുള്ളൂ. വെറുതെ ആലപ്പുഴയുടെ റഫ് വേണമെങ്കിൽ നിങ്ങൾ അതിനോട് ചോദിച്ചാൽ ഒരു മോർണിംഗ് ഒരു ആലപ്പുഴയിൽ ഹൗസ് ബോട്ട് വെറുതെ പോണത് ഇതൊക്കെ നിങ്ങൾക്ക് കിട്ടും. ആ കണ്ടീഷനിൽ വന്നപ്പോൾ ഓപ്പറേറ്റേഴ്സിന്റെ ഭാവി ഒരു വലിയൊരു പ്രശ്നം. സിനിമയെ ബാധിക്കുകയാണെങ്കിൽ ഒരു എപ്പിസോഡ് ചെയ്യാനുള്ളത് എനിക്ക് പറയാൻ പറ്റും. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ മോഡൽസ് എന്നുള്ള ഒരു കാറ്റഗറി ഇപ്പോൾ ജോസ് ആലുക്കാസ് എന്നുള്ള അദ്ദേഹത്തിനെ കുറിച്ച് ശ്രീകുമാർ മേനോൻ ഡയറക്റ്റ് ചെയ്തൊരു ഡോക്യുമെന്ററി 10 മിനിറ്റ് ഇറങ്ങി. അതിൽ എൻ്റെ ഡ്രോൺ ഷോട്ടുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതിൽ AI-യുടെ ഇതുണ്ട്. പിന്നെ ഇപ്പോൾ നമ്മുടെ ഇവിടെയുള്ള അടിമാലിയിലുള്ള ഈസ്റ്റേൺ കറി പൗഡർ അതിന്റെ പരസ്യം വന്നു, AI-യിൽ വന്നു. അനുപേട്ടൻ എന്തെങ്കിലും പ്രൊഡിക്ഷൻസ് ഉണ്ടോ? അതായത് നാളെ ഡ്രോൺ ഷോട്ടുകൾ വേറെ രീതിയിലേക്ക് എത്തുന്നു, അല്ലെങ്കിൽ AI-യുടെ സഹായത്തോടുകൂടി AI-യുടെ സഹായത്തോടു കൂടി വരുമ്പോഴും നമുക്ക് ഡ്രോണിന് ഒരു 2-3 കൊല്ലം കൂടി പ്രസക്തി ഉണ്ടായിരിക്കും. അത് കഴിഞ്ഞാൽ ഡ്രോൺ വേണ്ടെന്നല്ല പറയണേ, ഡ്രോണിന്റെ പല ഷോട്ടുകളും AI-ക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റും. അതായത് ഇപ്പൊ ഇവിടെ ഈ വീട്ടിലേക്ക് ഇപ്പൊ ഈ കിടക്കുന്ന പജേറോ വന്ന് കയറുന്ന ഒരു ഷോട്ട് വേണമെന്നുണ്ടെങ്കിൽ ഈ വീടിന്റെ ഷോട്ടുകൾ പല ആംഗിളിലും പജേറോയുടെ പല ആംഗിളും എടുത്ത് AI-ക്ക് കൊടുത്തു കഴിഞ്ഞാൽ AI നമുക്കിപ്പോൾ മഴയാണ് എടുക്കാൻ പറ്റില്ല, AI-നോട് പറഞ്ഞാൽ AI-ക്ക് നല്ല കൃത്യമായ പ്രോംപ്റ്റ് അടിച്ചു കൊടുത്താൽ AI വണ്ടി എടുത്ത് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറ്റുന്ന AI ഉണ്ടാക്കി തരും. പിന്നെ അപ്പോൾ നമുക്ക് ഒരു ജോബ് ഡിസ്പ്ലേസ്മെന്റ് വരില്ല അവിടെ. അപ്പം അത്രയൊരു സാധ്യതയുണ്ട്. അപ്പം അതിന് മനസ്സിലാക്കിക്കൊണ്ട് വേണം സിനിമയിൽ പ്രവർത്തിക്കാൻ. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ആർട്ടിസ്റ്റുകൾ മോഡൽസ് എന്നുള്ളൊരു കാറ്റഗറി ഉണ്ടല്ലോ, അതിന് ഈ സിനിമയിൽ ഗുരുതരമായൊരു ഭീഷണിയിലേക്കാണ് പോകുന്നത്. കാരണം പരസ്യങ്ങൾ, നിരവധി പരസ്യങ്ങൾ, ഇപ്പോൾ പോർഷയുടെ പരസ്യം, പോളോൻ്റെ പരസ്യം, അതുപോലെ തന്നെ കൊക്കക്കോളയുടെ പരസ്യം, ഇങ്ങനെ നിരവധി പരസ്യങ്ങൾ AI-ലേക്ക് മാറിക്കഴിഞ്ഞു. ഇനിയിപ്പോൾ ജ്വല്ലറി അങ്ങനെയുള്ള പരസ്യങ്ങളിലേക്ക് ഡയലോഗ് ഇല്ലല്ലോ, കൂടുതലും ഡയലോഗ് ഇല്ലാത്ത കുറേ വിഷ്വൽസ് ആണല്ലോ. അത്തരം കാര്യങ്ങളൊക്കെ AI-ലേക്ക് മാറും. ഒറിജിനൽ ആർട്ടിസ്റ്റുകൾ ഒറിജിനൽ ആയിട്ട് പറയേണ്ടതിലേക്ക് മാത്രമാണ് ഈ ഷൂട്ട് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ക്യാമറയുടെ പോലും റിക്വയർമെൻറ്റ് കുറയും. അപ്പോൾ ഇത്രയും വലിയൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്ത ആൾക്ക് അത് തിരിച്ചു കിട്ടണമെങ്കിൽ എത്ര വർക്കിംഗ് ഡേയ്സ് കിട്ടണം? അതാണൊരു മെയിൻ പ്രശ്നം. അത് ഗുരുതരമായി ബാധിക്കും. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഫോട്ടോഷോപ്പ് എന്നുള്ളൊരു സംഭവം, ഡിസൈൻ എന്നുള്ളൊരു സംഭവം, പോസ്റ്റർ ഡിസൈൻ എന്നുള്ളൊരു സംഭവം, സ്റ്റുഡിയോക്കാർ പഴയ ഇമേജുകൾ റീടച്ച് ചെയ്ത് പുതിയതാക്കുന്ന സംഭവം എല്ലാം AI ഏറ്റെടുത്തില്ലേ. അപ്പോൾ അത് സിനിമയിലും അത് വന്നു കഴിയുമ്പോൾ ഇപ്പോൾ കന്നഡയിലൊരു സിനിമ ഫുൾ AI-യിൽ ഇറങ്ങിക്കഴിഞ്ഞു. അപ്പോൾ അത് ഗുരുതരമായൊരു പ്രതിസന്ധിയിലേക്ക് പലർക്കും തൊഴിൽ നഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട്. അനുപേട്ട, അപ്പോൾ നമ്മൾ സിനിമയെ പറ്റിയും ഡ്രോണുകളെ പറ്റിയും നമ്മൾ ഒരുപാട് വിശേഷങ്ങൾ നമ്മൾ കേട്ടു. 1-2 എപ്പിസോഡുകൾ കൊണ്ട് ഒരിക്കലും നമുക്ക് പറഞ്ഞു തീർക്കാൻ പറ്റത്തില്ല. അത്രത്തോളം കഥകളും അതിനേക്കാളും ഏറെ വിശേഷങ്ങളും അനുപേട്ടന് പറയാനുണ്ട്. അത് കേൾക്കാനും ഞങ്ങൾക്കും ആഗ്രഹമുണ്ട്. പക്ഷെ നമ്മുടെ പ്രോഗ്രാമിൻ്റെ സമയം അനുവദിക്കുന്നില്ല. അതുകൊണ്ട് ഇത്രയും നേരം നമ്മളുമായിട്ട് സഹകരിച്ചതിന് ഒരുപാട് നന്ദി. താങ്ക് യു. സന്തോഷം.